ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ ആണ്. ഇന്ന് 2 ദിവസം മുൻപ് നല്ല കണ്ടിന്യൂസ് മഴയുണ്ടായിരുന്നു. മഴയിൽ അവിടെ തിരുപ്പതിക്ക് തിരിയുന്ന റൂട്ടിൻ്റെ അവിടെ എക്സ്പ്രസ് വേ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ താഴെ എന്തൊരു വലിയ ഗർത്തം വന്നു. റോഡ് ബ്ലോക്കായി. അതാണ് ഈ റോഡ് മൊത്തം വണ്ടി ഓഫ് ചെയ്തിട്ടേ. അവർക്ക് നാളെ ആയാലും പോകാൻ പറ്റുമെന്ന് തോന്നല്ലേ. ട്രക്കുകളൊക്കെ വന്ന് ബ്ലോക്കാണ്. കുറച്ച് ദൂരം പോയി നോക്കാം, എവിടം വരെ വണ്ടി പോകുന്നറിയില്ല. കുറച്ച് ദൂരം പോയി നോക്കാം. ഇത് കർണൂലിലാണ് ഈ സംഭവം. കർണൂൽ എത്തുന്നതിനാട്ടി മുമ്പ് ദൂപ്പാടു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ മൊത്തം ബ്ലോക്കായിരിക്കണേ. വണ്ടികളൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാം. ഇത് മാത്രമേ AC ബസ്സാണ്, അവർക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇവരാണ് ശരിക്കും പെട്ടുപോയത്. ആ ബസ്സുകാർ ശരിക്കും പെട്ടു. അത് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് പോകുന്ന ബസ്സാണ്. ആ ബസ് മാത്രം ഓഫ് ചെയ്യാൻ പറ്റില്ല. യാത്ര പാസഞ്ചേഴ്സ് ഇരിക്കല്ലേ. അവരിന്ന് രാത്രി മൊത്തം ഡീസൽ കത്തിത്തീരും. ഭയങ്കര അക്രമമായി പോയി. കണ്ട വലിയ ബ്ലോക്ക്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം വേണേ. കാരണം റോഡ് മൊത്തം കുഴി പോയി എന്ന് പറഞ്ഞേട്ടെ. എവിടം വരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ എപ്പോഴം വരെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടം വരെ പോയിട്ട് എടുക്കാം. വണ്ടികളൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ തിരിക്കാൻ പറ്റില്ല. ഇവിടേക്ക് കിടക്കാൻ നോക്കി. ഇവിടെ ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഗ്യാസ് പ്ലാന്റ് വലിയ ട്രക്കിലോടുന്ന് ഇവിടെ നിന്ന് ഫില്ല് ചെയ്ത് ഇവിടുന്ന് ചെറിയ ചെറിയ സിലിണ്ടറുകളിലാക്കിയിട്ട് കർണൂലിലേക്ക് മൊത്തം സപ്ലൈ ചെയ്യുന്ന വലിയ റിഫൈനറി പോലത്തെ സംഭവമാണത്. അതിൻ്റെ ട്രക്കുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പുറത്താണ്, ബാക്കിലാണ് കാണുന്നത് നമ്മുടെ ഹൈവേ വരുന്നത്. കേട്ടോ വണ്ടികൾ കിടക്കണമെങ്കിൽ. ബസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിടക്കുന്നു. ബ്ലോക്ക്, മൊത്തം ബ്ലോക്ക്, എല്ലാത്ത ബ്ലോക്ക്. എല്ലാ വണ്ടികളും ഓഫ് ചെയ്തിട്ടേക്കാം. ഇവർ മണിക്കൂറുകളായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മറ്റുമാണ് സംഭവം നടന്നേക്കണേ. റോഡ് കുഴിയിൽ പോയിരിക്കണം. വീണ്ടും ബ്ലോക്കായിട്ട് വണ്ടി സൈഡ് ഒതുക്കിയിട്ട് കാണുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാ വണ്ടികളും സൈഡ് ഒതുക്കിയിട്ടേക്കാം. ഇപ്പോൾ ഹൈവേ ആണ്. നമ്മൾ ഹൈവേയിൽ കയറി. അവിടെ എവിടെയും കണ്ടാണ് പ്രശ്നം നടന്നേക്കണേ. നോക്കാൻ നോക്ക്. പോലീസ് പിടിക്കുമെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. സ്കൂട്ടർ ഞാൻ അവിടെ വെച്ചേക്കാണ്. അവിടെ വെച്ചിട്ട് നടന്നു പോവാണ്. മൊത്തം ഡാർക്കാണ്. എന്ത് പ്രശ്നം നടന്നേക്കണമെന്ന് മനസ്സിലാവില്ലേ. ആൾക്കാർ പറഞ്ഞിട്ടുള്ള വീടിൻ്റെ തൊട്ടടുത്തുള്ള പുള്ളി പറഞ്ഞവരെ അറിവ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇവിടെയാണ് പ്രശ്നം. ഇവിടെ ഈ JCB കിടക്കുന്നിടത്താണ് പ്രശ്നം. അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു, വലിയ കുഴിയായിരുന്നു. അത് പടച്ചുകൊണ്ടിരിക്കുകയാണ്. ടോറസിൽ കല്ലും സാധനങ്ങൾ കൊണ്ട് നടക്കുക. എൻ്റെ അടിയിൽ കൂടെ ഒരു ടണൽ പോകണ്ടായിരുന്നു. ആ ടണൽ മൊത്തം ഇടിഞ്ഞു എന്ന് പറയണം.
ഇടിയാൻ സാധ്യതയുണ്ട്. കാരണം വണ്ടികൾ ഇതിൽ കൂടെ കടത്തി വിടുന്നില്ല ഇപ്പോൾ. അത് തിരുപ്പതിയിലേക്ക് തിരിഞ്ഞു പോകുന്ന എക്സ്പ്രസ് വേ ആണ്. ഈ ഡേ ടൈമിലെ വിഷ്വൽ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ നൈറ്റിൽ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ പോയി വീഡിയോ പിടിച്ചു. അതിന് ശേഷമാണ് ഈ സംഭവത്തിൻ്റെ ഡേ ടൈമിലെ വിഷ്വൽ എനിക്ക് കിട്ടിയത്. ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. ഇത് വളരെ ഭീതികരമായിട്ടുള്ള കുഴിയാണ്. വലിയ കുഴിയാണ്, വലിയ ഗർത്തം എന്ന് തന്നെ പറയാം. ഭയാനകം.